കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏരിയ മാനേജറായിട്ട് എറണാകുളത്താണ് വിവേകാനന്ദന് ജോലി. ഇയാളുടെ വീട് ഇങ്ങ് കട്ടപ്പനയിലും. അപ്പോൾ ഡെയിലി പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എറണാകുളത്ത് ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുകയാണ് ഇദ്ദേഹം. വീക്കെൻഡിൽ വീട്ടിലേക്ക് വരും, എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ എറണാകുളത്തേക്ക് പോകും. ഇതാണ് പതിവ്. ഇയാളുടെ ഭാര്യ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥ സിത്താരയാണ്. ഇവർക്കൊരു മോളുണ്ട്, പിന്നെ അമ്മയും ഇവരുടെ കൂടെയാണ് താമസിക്കുന്നത്. ഇവർ ടീച്ചറായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇയാൾക്കൊരു അനിയനും ഭാര്യയും ഉണ്ട്. അവർ മറ്റൊരു വീട്ടിലാണ്. അവരുടെ കൂടെയാണ് ഇവരുടെ അച്ഛൻ. അതായത് അച്ഛനും അമ്മയും തമ്മിൽ പിണക്കമാണ്. അതുകൊണ്ടാണ് രണ്ട് വീട്ടിൽ താമസിക്കുന്നത്. വിവേകാനന്ദനെ കുറിച്ച് പറയാനാണെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പങ്കാളിയെ നന്നായിട്ട് വേദനിപ്പിച്ചാൽ മാത്രമേ ഇയാൾക്ക് സുഖം കിട്ടുകയുള്ളൂ. മാത്രമല്ല സെക്സിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള മനുഷ്യനാണ് വിവേകാനന്ദൻ. ഇയാൾ സ്ഥിരമായിട്ട് ഒരു ആയുർവേദ വൈദ്യരെ കാണും. എന്നിട്ട് അയാൾ ഉപദേശിക്കുന്ന കഷായവും ലേഹ്യവും ഒക്കെ വാങ്ങിച്ചു കഴിക്കും. എന്തിന്? ലൈംഗിക ഉത്തേജനം കിട്ടാൻ. ഇത് മാത്രമല്ല, ഇനി ആയുർവേദ മരുന്നുകളിൽ കിട്ടുന്ന മറ്റു മരുന്നുകളും ഇയാൾ വാങ്ങിച്ചു കഴിക്കും. എങ്ങനെയെങ്കിലും ഉത്തേജനം കിട്ടിയാൽ മതി ഇയാൾക്ക്. ഇത്തരം സാധനങ്ങളൊക്കെ കൂടി കഴിച്ച് ഇയാൾക്ക് എപ്പോഴും വയറിന് സൂക്കേടാണ്. അതായത് എപ്പോഴും ഇയാൾക്ക് ടോയ്ലറ്റിൽ പോകണം. ഇയാൾ പാല് കുടിക്കില്ല, മദ്യപിക്കില്ല, തേൻ പോലും ഇയാൾക്ക് അലർജിയാണ്. അലോപ്പതി മരുന്ന് കഴിക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പെൺ വിഷയത്തിൽ ഇയാൾ മഹാകോഴിയാണ്. പിന്നെ 2 വീലർ ഓടിക്കാൻ പഠിക്കാനായിട്ട് ഇയാൾ ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല. പിന്നെ ഇയാൾ ആ കേസ് വിട്ടു. ഇയാളുടെ ഭാര്യ സിത്താര 2 വീലർ ഓടിക്കും. ഇയാൾ അവളുടെ പിന്നിലിരുന്നാണ് പോക്ക്. ഒരിക്കൽ ആൾക്കാർ കളിയാക്കിയിട്ട് ഇയാൾ എന്ത് ചെയ്തു? അവളുടെ വണ്ടി അങ്ങ് വിറ്റു. എന്നിട്ട് നീ ഇനി ബസ്സിൽ പോയാൽ മതിയെന്നു. ഇയാൾക്ക് ജോലി സ്ഥലത്ത്, അതായത് കൊച്ചിയിൽ ഇയാൾ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥ ഡയാന എന്ന പെൺകുട്ടിയുമായിട്ട് ഇയാൾ ലിവിങ് റിലേഷൻഷിപ്പിലാണ്. തിങ്കളാഴ്ച നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. വെളുപ്പിന് ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാണ് വിവേകാനന്ദൻ. അവളുടെ കഴുത്ത് കടിച്ചു മുറിച്ചു. ഇതിൻ്റെ ബഹളം കേട്ട് അമ്മ എന്താ അവിടെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലമ്മേ, ഇവളുടെ പുറത്തൊരു പല്ലി വീണതാണെന്ന്. ഇവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, മര്യാദയ്ക്ക് സ്വഭാവം ഇന്ന് നിർത്തിക്കുവാണം എന്ന് പറഞ്ഞിട്ട്. നീ ഒന്ന് പെട്ടെന്ന് പോയി ഭക്ഷണം ഉണ്ടാക്കിക്കേ, എനിക്കെൻ്റെ വണ്ടി മിസ്സാകുമെന്ന്. ഇയാൾ കുളിച്ച് റെഡിയായി പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ലേഹ്യം കഴിക്കുന്നു. അമ്മ വിളിച്ചു പോയിക്കുകയാണ്, നിനക്ക് ഇറങ്ങാനായോ? അമ്മ ഇത്ര കാലത്ത് എഴുന്നേറ്റോ? എടാ, അച്ഛനൊരു പട്ടിയിട്ട് ഓടിച്ചു എന്നൊക്കെ പറയും, നീ ഒന്ന് പോയി നോക്കിയിട്ട് പോകാമോ? പിണക്കമാണെങ്കിലും അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമുണ്ട്. ബസ്സിലിരുന്ന് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കുവാണ് സിത്താര. എന്താ ഇതിൽ? അപ്പവും മുട്ടക്കറിയും. ഇത് തന്നെ അല്ലായിരുന്നു ഇന്നലെ രാത്രിയിലും. വേണേ കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ എല്ലാവരും പോലെ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കും. ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വേണം, എനിക്ക് കക്കൂസ് നിന്ന് ഇറങ്ങാൻ നേരം കാണത്തില്ല. അതുകൊണ്ടൊന്നുമല്ല, കണ്ണി കണ്ട ലേഹ്യവും കഷായമൊക്കെ വലിച്ചു വാരി കഴിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവൾ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. ഇയാളെ കൊണ്ടാക്കുന്നതൊക്കെ ഇയാളുടെ ഫ്രണ്ട് ജോപ്പനാണ് കേട്ടോ. ബൈക്കുണ്ട്, പക്ഷേ ഓടിക്കാൻ അറിയില്ലല്ലോ. ജോപ്പൻ വരാൻ ലേറ്റായി. അനിയൻ സച്ചിയെ വിളിച്ച് ഫോണിൽ കാര്യങ്ങളൊക്കെ തിരക്കുന്നു. അച്ഛൻ കൂട്ടുകാരൻ്റെ അടുത്ത് കള്ളു കുടിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പട്ടിയിട്ട് ഓടിച്ചതാണ്. അങ്ങനെ ഒന്നും അറിഞ്ഞു, കാലൊന്നും ഉറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ ഏതോ ഒരു കൊച്ചു ചെറുക്കൻ അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ടു. ഇപ്പോൾ അത് വൈറലാണെന്ന് അനിയൻ പറയുന്നു. അങ്ങനെ ഇയാൾ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. ബസ്സിലുള്ള ഒരു പെങ്കൊച്ചിനെയും, ഒരു കോളേജ് സ്റ്റുഡൻറ്റിനെ ഇയാൾ ഭയങ്കര ട്യൂണിങ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയ സമയത്ത് ഇയാൾ വണ്ടിയിലിരുന്ന് തന്നെ അപ്പം മുട്ടക്കറിയും കഴിച്ച് തീർക്കാൻ പറ്റിയില്ല. അയാൾക്ക് ടോയ്ലറ്റിൽ പോകണം. അങ്ങനെ അയാൾ ടോയ്ലറ്റിൽ പോയി. ബസ് എടുക്കാൻ നേരമായിട്ടും ഇയാൾ വന്നില്ല. ബസ്സും അതിലെ ആൾക്കാരും ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വിവേകാനന്ദൻ വരുന്നത്. അങ്ങനെ വീണ്ടും യാത്ര തുടരുന്നു. ഇപ്പോൾ അനിയനും ഭാര്യയും ജോലിക്ക് പോവാണ്. അച്ഛൻ എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ താക്കോൽ അടുത്ത് വീട്ടിൽ കൊടുക്കണം, ഞങ്ങൾ വരാൻ ലേറ്റാവും. പിന്നെ വല്ല പട്ടിയോ പൂച്ചയോ ഉണ്ടെങ്കിൽ അവരെ വെറുതെ വിട്ടേക്കണേ എന്നൊക്കെ അനിയൻ അച്ഛനോട് പറയുന്നു. ഈ അച്ഛൻ തനിക്ക് കിട്ടിയ പെൻഷൻ കാശുമായിട്ട് ഭാര്യയെ ഏൽപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുവാണ്. കൂട്ടുകാരൻ പൈലപ്പിനുണ്ട് കൂടെ. സാധാരണ മരുമോളുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ഇന്ന് വഴിക്ക് വെച്ച് സിതാരെ കണ്ടു. അച്ഛൻ ഞാൻ ലേറ്റായി, ഞാൻ അങ്ങോട്ട് പോവാം, അച്ഛൻ വീട്ടിലേക്ക് കൊടുത്തേക്ക്, അമ്മ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് പൈലപ്പൻ്റെ കയ്യിൽ കൊടുത്ത് ടീച്ചറിനെ കാശ് ഏൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പൈലപ്പൻ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ചേട്ടൻ കിട്ടുന്ന കാശൊക്കെ ടീച്ചറിനെ ഏൽപ്പിക്കുന്നുണ്ടല്ലോ, ടീച്ചറിനും ഉണ്ടല്ലോ പെൻഷൻ, അത് ഇങ്ങോട്ട് തരുന്നില്ലല്ലോ എന്ന്. എടാ, ഞാൻ കാരണമല്ലേ അവൾ ജോലി നിർത്തേണ്ടി വന്നത്, അപ്പോൾ പിന്നെ ഈ പൈസ ഞാൻ തീർച്ചയായിട്ടും അവൾക്ക് കൊടുക്കണ്ടേ എന്ന് അദ്ദേഹം. ഞാൻ കാരണം 10-12 കൊല്ലം സർവീസ് ബാക്കി നിൽക്കുകയാണ് അവൾ അന്ന് ജോലി രാജിവെച്ചത്. അതുകൊണ്ട് തന്നെ അവൾക്ക് മിനിമം പെൻഷനേ കിട്ടുന്നുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഈ പൈസ ഞാൻ എൻ്റെ പെൻഷൻ കാശ് അവൾക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല എന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ ഓഫീസിലേക്ക് ഓടിക്കിതച്ചെത്തുന്ന വിവേകാനന്ദൻ കാണുന്നത് നല്ലൊരു സുന്ദരി കോത തൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നതാണ്. പിന്നെ ഇദ്ദേഹത്തിന് യൂണിയൻകാരുമായിട്ടൊരു മീറ്റിംഗും പറഞ്ഞിട്ടുണ്ട്. അവരപ്പുറത്തും ഇരിക്കുന്നുണ്ട്. ഇയാളിപ്പോൾ ഓഫീസിനകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അവിടുത്തെ ഒരു എംപ്ലോയി വരുമ്പം ഈ പെണ്ണ് എഴുന്നേറ്റ് പറയുന്നത്, ചേട്ടാ എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുക, എത്ര തവണയായിട്ട് ഞാൻ കയറി ഇറങ്ങുന്നത്, എന്താ ഉണ്ട് പറയും, സാറിനെ കണ്ടാൽ മതി. ഏത് സാർ? ഇപ്പം അകത്തോട്ട് പോയില്ലേ ആ സാറിനെ? ഇപ്പം കയറണ്ട, ടോയ്ലറ്റിലായിരിക്കും, ഇത് കഴിയുമ്പോൾ വിളിക്കും കേട്ടോ, അന്നേരം കയറിക്കോളാനായിട്ട്.
ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി സുന്ദരനായിട്ട് തൻ്റെ ചെയറിൽ വന്നിരുന്ന വിവേകാനന്ദൻ ആ പെൺകുട്ടിയെ അകത്തേക്ക് വിളിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റേ അയാൾ പറയുന്നുണ്ട്, സാറേ യൂണിയൻകാരുടെ മീറ്റിങ്ങിന് വന്ന് അവരെവിടെ ഇരിക്കട്ടെ, ആ പെണ്ണിനെ ഇങ്ങനെ അകത്തേക്ക് വിളിക്കാൻ. അങ്ങനെ ആ പെൺകുട്ടി അകത്തേക്ക് വന്നു. സാറേ, എൻ്റെ പേര് ദിവ്യ എന്നാണ്. എൻ്റെ അച്ഛൻ മുരളി ഈ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. എൻ്റെ അച്ഛൻ്റെ ക്ലെയിം ഇതുവരെ ശരിയായിട്ടില്ല. ഇവിടെ നിന്ന് എന്തോ പേപ്പേഴ്സ് കിട്ടാത്തത് കൊണ്ടാണ്. മുരളി സാർ മരിച്ച സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, നമ്മൾ തമ്മിൽ കാണാതെ പോയത്. എനിവേ പേപ്പേഴ്സ് ഞാൻ ശരിയാക്കാൻ കേട്ടോ എന്ന്. പഞ്ചാര കുഞ്ചുവായ വിവേകാനന്ദൻ ദിവ്യയ്ക്ക് ബദാം കൊടുക്കുന്നു, കോഫി വരുത്തിച്ചു കൊടുക്കുന്നു. ദിവ്യ നല്ല സുന്ദരിയാണല്ലോ എന്ന് പറയുന്നു. എന്താ ചെയ്യുന്ന കുട്ടി? ഞാൻ ബ്യൂട്ടീഷ്യനാണ്. അതാണ്. പതിവ് പോലെ വൈദ്യരെ കാണാൻ വന്നിരിക്കുകയാണ് വിവേകാനന്ദൻ. വൈദ്യർ അവസാനം തന്ന ലേഹ്യം അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞാനും കഴിക്കുന്നതാണല്ലോ. താൻ അത് മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ, അതോ വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? അത് പിന്നെ താൻ വേറെ എന്തൊക്കെയോ കൂടെ വാങ്ങിച്ചെന്ന് ഫാർമസിയിലെ പ്രതാപം പറഞ്ഞായിരുന്നു. എടോ, ഒന്നുകിൽ എന്നെ വിശ്വസിക്കുക, അല്ലെങ്കിൽ തനിക്ക് തന്നെ ഇഷ്ടം പോലെ ചെയ്യും. കണ്ണി കണ്ടതെല്ലാം വാരി കഴിച്ചു കഴിഞ്ഞാലേ കക്കൂസ് നിറങ്ങാൻ സമയം കിട്ടത്തില്ല. താൻ പറഞ്ഞത് ശരി തന്നെയാന്ന് പറയും. ശരിക്കും തൻ്റെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം എന്താണെന്ന് വൈദ്യർക്ക് അറിയത്തില്ലയോ? വൈദ്യർ അല്പം സ്വരം താഴ്ത്തി, എടോ ഇതിനൊക്കെ അലോപ്പതിയിൽ നല്ല മരുന്നുണ്ട്. വൈദ്യരെ, ഞാൻ അലോപ്പതി അതും ശരിയാണല്ലോ, അത് കഴിക്കത്തില്ല. എന്നാൽ പിന്നെ ഞാനൊരു പുതിയ ചൂർണം എഴുതാം. താനിത് തേനിൽ ചാലിച്ച്, തേൻ എനിക്ക് അലർജിയാ. ശരിയാണല്ലോ, തേനും അലർജിയാ. എന്നാൽ പിന്നെ റമ്മിൽ കലക്കി കുടിക്ക്. റം കഴിക്കത്തില്ല ഞാൻ, പാലിൽ കലക്കി കുടിച്ചാൽ മതിയോ? തന്നെ കൊണ്ട് തോറ്റു. താൻ എന്തെങ്കിലും ചെയ്യടോ, വല്ലപ്പോഴൊക്കെ ഒന്ന് കുടിക്കണം. 37 വയസ്സായിട്ട് എനിക്ക് ഇതറിയത്തില്ലയോ? പെണ്ണുങ്ങൾക്ക് ഇത് ഇഷ്ടമാടോ? എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല ഞാൻ കള്ളു കുടിക്കുന്നത്. അല്ലേലേ അവൾക്ക് ഈയിടെയായിട്ട് ഒന്നിനും ഒരു താല്പര്യമില്ല. ഡയാനയ്ക്ക് പിന്നെ ഇഷ്ടമാണ്. അതാരോ ഡയാന? അതെൻ്റെ ഇവിടുത്തെ ഒരു സെറ്റപ്പാണ്. അയാൾ അങ്ങനെ മാർക്കറ്റിൽ വന്ന് ചിക്കനും അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ബിവറേജസിൽ വന്ന് ഒരു റമ്മും ഒരു ബിയറും ഒക്കെ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നു. ഇപ്പോൾ ഇയാളുടെ ലിവിങ് ടുഗദർ സെറ്റപ്പ് ഉണ്ടല്ലോ ഡയാന, അവളെ കാണിക്കുകയാണ്. ഇവൾ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ്. വിവേകാനന്ദൻ വീട്ടിലെത്തുമ്പോൾ അടുത്ത വീട്ടിലെ ലില്ലിയും ഭർത്താവും മമ്മയെ സഹായിക്കാൻ വേണ്ടി വീട്ടിലുണ്ട്. അവർ മമ്മയ്ക്ക് വേണ്ടിയുള്ള കഞ്ഞിയും പയറൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇവർക്ക് വിവേകാനന്ദനും ഡയാനയ്ക്കും വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം ഇവർക്ക് ഇഷ്ടമല്ല അവരുടെ പാചകം. കള്ള് കണ്ടപാടെ ഈ ലില്ലിയുടെ ഭർത്താവ് ലില്ലിയോടൊപ്പം വീട്ടിലേക്ക് പോകുന്നില്ല. അവിടെ ചുറ്റിപ്പറ്റി നിന്ന് രണ്ടുപേർക്കൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. മമ്മയുടെ അടുത്ത് വന്ന് കുശലം ചോദിക്കുന്നുണ്ട്. വയ്യായിരുന്നല്ലേ? ഡയാന പറഞ്ഞിരുന്നു. ഇനി എന്നാ ഡോക്ടറെ കാണാൻ പോകേണ്ടത്? അത് അവൾക്കേ അറിയൂ. സാരമില്ല, ഞാൻ ഫുഡ് ഉണ്ടാക്കാം. ലില്ലി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് കൊള്ളത്തില്ലല്ലോ, ഞാൻ ഉണ്ടാക്കാം. അമ്മ കിടക്ക്, ഈ പാട്ടൊക്കെ കേട്ടൊന്ന് കിടക്കുമെന്ന് പറഞ്ഞ് അവൻ അപ്പുറത്തേക്ക് പോകുന്നു. പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ലില്ലിയുടെ ഭർത്താവിന് കഴിക്കാനുള്ള റമ്മൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പുതിയതായിട്ട് കൊണ്ടുവന്നേക്കുന്ന ചൂർണം റമ്മിൽ കലക്കി ഇയാളും കഴിക്കുന്നു. ഇപ്പോൾ ഡിന്നറൊക്കെ റെഡിയായി. നമ്മുടെ ഡയാന വരുന്നുണ്ട്. വരുന്ന വഴിക്ക് അവൾക്ക് കൂട്ടുകാരി ഐഷുവിൻ്റെ കോള് വരുവാണ്. പുള്ളിക്കാരി ഒരു യൂട്യൂബറാണ്. ദുബായിലായിരുന്നു ജോലി. ആ ജോലിയൊക്കെ വിട്ട് ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് അവളുടെ തീരുമാനം. അപ്പോൾ നിൻ്റെ വിശേഷങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടടി, നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഞാൻ പറയാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. ലേറ്റായിട്ട് വരുന്ന അവളോട് നക്കാപ്പിച്ച കാശിന് ഈ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ നീ കേൾക്കത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ മാതിരിയുടെ വർത്തമാനം എന്നോട് പറയരുത്, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നവൾ പറയുന്നു. ഫുഡ് കൊടുത്തിട്ട് മമ്മ കഴിച്ചില്ല. ഞാൻ നിനക്ക് വേണ്ടി ബിയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ കിടക്കുമല്ലേ, ഒരു മൂടിന് ഒരു ഗ്ലാസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. മമ്മയുടെ അവസ്ഥ വിവേകിന് അറിയില്ലേ, പിന്നെ എന്തിനാ ഈ മാതിരി തമാശ പറയുന്നതും? മമ്മയ്ക്ക് ചിക്കൻ സൂപ്പ് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ, നീ കുളിച്ചിട്ട് വാന്ന് പറയുന്നു. ഇല്ല, എനിക്കൊന്നും വേണ്ട, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. മമ്മ ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്ത് വർത്താനമാണ്, നീ പോയി ഒന്ന് കുളിച്ച് കിടുവായിട്ട് വന്നേ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന്. വിവേകിനോടല്ലേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി കഴിച്ചോ എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഈ വിവേകിൻ്റെ പ്രസൻസയും അമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് മോള് അമ്മയോട് സോറി പറയുകയാണ്. ഇന്നത്തെ ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? എന്ത് ഷൂട്ട്? എന്നും ഒരുപോലെ. യെസ് സർ, ശരി സർ. അല്ലാതെ എന്താ? ക്ഷീണിച്ച് തളർന്ന് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള മട്ടിൽ വരുന്ന അവളോട് ബിയർ കൊടുക്കുവാണ് വിവേകാനന്ദൻ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, നിനക്ക് വേണ്ടി വാങ്ങിച്ചതല്ല, വേണ്ടെങ്കിൽ വേണ്ട, എന്നാ നിൻ്റെ ഉടുപ്പ്, നീ പോയി കുളിച്ചിട്ട് വന്ന്. അവൾ പറയുകയാണ്, എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് വിടും, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. ഉറങ്ങിക്കോ, പക്ഷേ എൻ്റർടൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടെന്ന്. അതെന്താ നിങ്ങൾ വീട്ടിൽ നിന്നല്ലേ വരുന്നത്, നിങ്ങളുടെ ഭാര്യ ഇതിനൊന്നും സമ്മതിക്കില്ലെന്ന്? അതൊരു വഴിപാടല്ലേ, നീയല്ലേ എൻ്റെ സ്പെഷ്യൽ എന്ന് അവളെ സൂചിപ്പിക്കുന്നു. ഉന്തിത്തള്ളി അവളെ കുളിക്കാൻ പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയം കൊണ്ട് വീണ്ടും അയാളൊരു ബോട്ടിൽ തുറന്ന് കുറച്ച് ലേഹ്യം കഴിക്കുകയാണ്. ഇപ്പോൾ ഇയാളുടെ ഭാര്യ സിത്താര വിളിക്കുകയാണ്. വിവേകേട്ടൻ ഇവിടെ വല്ല ലേഹ്യം മറന്നു വെച്ചോ, മോളെടുത്ത് കഴിച്ചോ, അവൾക്ക് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലെന്ന്. ഇയാൾ ദേഷ്യപ്പെട്ട് അവളോട് ഫോൺ വെക്കാൻ പറയുകയാണ്. കുട്ടിക്ക് വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആലോചിക്കുകയാണ്, ഞാൻ ലേഹ്യം പുറത്ത് വെച്ചിരുന്നു. അവൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവന് ഇഷ്ടമുള്ള പാട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവന് ഇഷ്ടമുള്ള പെർഫ്യൂം അവളുടെ ദേഹത്തേക്ക് അടിച്ചു കൊടുക്കുവാണ്. ഈ പാട്ട് അവൾക്ക് ഇഷ്ടമല്ല, ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് അവൾക്ക് ഇഷ്ടമല്ല.
അവൾ പറയുമ്പം ഇതൊക്കെയല്ലേ എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ കഥ കടച്ചിട്ട് വരുമ്പോഴേക്കും അവൾ പറയുന്നുണ്ട്, ഇന്ന് എന്നെ വേദനിപ്പിച്ചാൽ നിങ്ങൾ ഞാൻ കൊല്ലും കേട്ടുവെന്ന്. പക്ഷേ അവളുടെ വാക്കുകൾക്ക് ഒരു വിലയില്ല. സാധാരണ പോലത്തെ പരിപാടികൾ തന്നെയാണ് അന്നും നടന്നത്. നേരത്തെ ഓഫീസിലൊരു പെണ്ണ് വന്നായിരുന്നല്ലോ, ദിവ്യ, ഒരു പേപ്പറിൻ്റെ കാര്യം പറഞ്ഞിട്ട്. ആ പേപ്പറൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കി അവൾക്ക് വരാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അവളുടെ ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോയി കൊടുക്കുവാണ് വിവേകാനന്ദൻ. എന്നിട്ട് അവളൊരു കോഫിക്ക് വിളിക്കുന്നുണ്ട്. അവൾ സമയമില്ലെന്നും പറഞ്ഞ് അവിടുന്ന് എസ്കേപ്പ് ആകുന്നു. അവൾ പോകുന്ന പോക്ക് കാണുമ്പോഴേക്കും പുതിയ ലേഹ്യം വേണ്ടി വരും എന്ന് വിചാരിച്ച് അവളെക്കുറിച്ചുള്ള ദിവാസ്വപ്നത്തിലാണ് വിവേകാനന്ദൻ. തക്കം നോക്കി മറ്റൊരു ദിവസവും അവളുടെ പാർലറിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴും അവൾ ഓരോരോ ഒഴിവ് കഴിവുകൾ പറയുകയാണ്. ഇയാളുടെ സ്വപ്നം വീണ്ടും തുടരുന്നുണ്ട്. ഇപ്പോൾ ബസ്സിലിരുന്ന് സ്വപ്നം കാണണം അവളെക്കുറിച്ച്. ഈ സമയത്ത് ബസ്സിലുള്ള വേറൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ കാണുമ്പോൾ പിന്നെ അവളെക്കുറിച്ചായി സ്വപ്നം. ഇരുന്നിരുന്ന് ഡബ്ബിങ്ങിന് ഒരു ചാൻസ് കിട്ടിയതായിരുന്നു ഡയാനയ്ക്ക്. വിവേകാനന്ദനുമായിട്ടുള്ള പ്രശ്നത്തിൽ മെൻ്റലി അപ്സെറ്റ് ആയിരുന്ന അവൾക്ക് ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. അവിടുന്ന് അവരവളെ പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്തു. അതിൽ അവൾ ഭയങ്കര വിഷമിച്ച് ഐശുവിനെ വിളിക്കുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം എന്ന്. അങ്ങനെ അവളുടെ അടുത്തേക്ക് പോകുന്നു. ഡബ്ബിങ്ങിൻ്റെ ചാൻസ് പോയ കാര്യം ഐശ്വര്യനോട് പറയുകയാണോ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോടി. പഠിക്കുന്ന സമയത്ത് മിസ് കൊച്ചിനായിരുന്നു, മിസ് കേരളയ്ക്ക് ബെസ്റ്റ് ഫോട്ടോജനിക്ക്, അങ്ങനെ എന്തൊക്കെ. ദേ ഇപ്പോൾ സിനിമയിൽ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരും കൊണ്ട് പിടികയറ്റി. ഞാനും അതിൻ്റെ പിന്നാലെ നടന്നു. ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അവസാനം ജൂനിയർ ആർട്ടിസ്റ്റ് എങ്കിൽ അത് 500 1000 എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ വലിയ കാര്യമാണ്. മമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് എനിക്ക് പൈസ അത്യാവശ്യമാണെന്ന്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഐഷു, പക്ഷെ ഒന്നും തന്നെ ഞാൻ ആരോടും പറയാറില്ല. പപ്പ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, മമ്മയുടെ ട്രീറ്റ്മെൻറ്റ്, അതിനിടയ്ക്കാണിപ്പം വിവേകം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ. അതാരാ? അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിലുണ്ട്. മമ്മയ്ക്ക് തീരെ വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അടുത്ത വീട്ടിൽ ലില്ലിയുടെ ഭർത്താവ് ജോൺ ഒരു പേയിങ് ഗസ്റ്റിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഈ വിവേകാനന്ദൻ. അയാൾ അടുത്ത റൂമിലേക്കാണ് എടുത്തതെങ്കിലും പിന്നെ കിച്ചൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ചോദിച്ചു. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ കയറിറങ്ങലായി. പിന്നെ മമ്മ എപ്പോഴും ഹോസ്പിറ്റലാണല്ലോ, അപ്പോൾ ഇയാളും ഞാനും മാത്രമാകും തനിച്ച് വീട്ടിൽ. ഇയാളുണ്ടാക്കുന്ന ഫുഡൊക്കെ എനിക്ക് തരും. അങ്ങനെ എപ്പോഴും അടുത്തു. ഇയാൾ വിവാഹിതനാണെന്നും ഭാര്യയും കുട്ടിയും ഉണ്ടെന്നൊക്കെ എനിക്കറിയായിരുന്നു. അയാൾ മറച്ചൊന്നും വെച്ചില്ല. ചിലപ്പം ആ ഓപ്പൺനെസ് തന്നെയായിരിക്കും എന്നെ അട്രാക്റ്റ് ചെയ്തത്. മമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും സർജറിയുടെ സമയത്തുമൊക്കെ സ്വന്തം അമ്മയെ പോലാണ് ഇയാൾ നോക്കിയത്. വലിയ സഹായമായിരുന്നു. ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മ ആദ്യം സമ്മതിച്ചില്ല. സൂക്ഷിച്ചും കൊണ്ടും വേണം തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. ഞാനാണ് കേൾക്കാഞ്ഞത്. ഇപ്പോൾ അത് അത്രയും വലിയ പാരയായി. സെക്സ് ഇല്ലാതെ അങ്ങേർക്ക് ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മളെ വേദനിപ്പിക്കുന്നതാണ് അയാൾക്ക് ഇഷ്ടം. എടി, അതൊരുതരം മനോരോഗമാണ്. നീ അയാളെ ഒഴിവാക്കി വിടും. നിനക്ക് ഇയാളുടെ ഭാര്യയെടുത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? അതറിയത്തില്ല. നിനക്ക് അയാളെ ഒഴിവാക്കി വിട്ടൂടെ? എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ മമ്മയോട് എങ്ങനെ പറയുമെന്ന് ഓർത്ത് അതുകൊണ്ട് മമ്മയ്ക്ക് താങ്ങാൻ പറ്റത്തില്ല. ഇത് കഴിയുമ്പോൾ ഐഷു ഇവളുടെ വീട്ടിലേക്ക് വരുന്നു. മമ്മയെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഡയാന ഐഷുവിനോട് ഒരു 5000 രൂപ കടം തരുമോയെന്ന് ചോദിക്കുന്നു. ഡബ്ബിങ് നടന്നിരുന്നെങ്കിൽ പൈസ കണ്ടേനെ, നാളെ മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കണമെന്ന്. അങ്ങനെ അവൾ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് വിവേകാനന്ദൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. രാത്രി റൂമിലേക്ക് കയറി വരുന്ന സിത്താര കാണുന്നത് ഇയാളുടെ പുതിയ ചൂർണവും പിന്നെ റമ്മും. അപ്പോൾ ഇതും തുടങ്ങിയോ? പുതിയ ഐറ്റം അടി, എൻ്റെ ശക്തി നീ കണ്ടോ? എനിക്കൊന്നും കാണണ്ട എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. വിവേകേട്ടൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ എനിക്ക് പേടിയാണെന്ന് ഭാര്യ പറയുകയാണ്. അതെന്താ, ഞാൻ ഡ്രാക്കുളയാണോന്ന് ചോദിക്കുമ്പം എന്താ അല്ലേന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ ഇങ്ങോട്ട് വന്നിട്ട് പെർഫ്യൂം എടുത്ത് അവളുടെ ശരീരത്തിൽ ആകെ അടിച്ചു കൊടുക്കുവാണ്. അടങ്ങിയിരിക്കും, എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞങ്ങൾ പലതും കാണിക്കും. അപ്പം ഞങ്ങൾക്കില്ലേ സാറ്റിസ്ഫാക്ഷൻ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഉണ്ടോ? എന്നാൽ പിന്നെ എന്താ നീ പറയാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവൾ അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞത്, നീ എൻ്റെ ഭാര്യയാണ്, നീ എന്നെ അനുസരിക്കണം എന്ന് അവൻ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഉന്തും തള്ളും കഴിഞ്ഞിട്ട് ഇവൾ അവന് ശക്തിയായിട്ട് കട്ടിലേക്ക് തള്ളിയിടുവാണ്. എന്നിട്ട് അമ്മ വിളിച്ചു ചോദിക്കുവാണെങ്കിൽ മച്ചു പൊളിഞ്ഞ് താഴെ വീണാണ് ഞാൻ പറയട്ടെ എന്നവൾ ചോദിക്കുന്നു. അവനങ്ങനെ അരിശം വന്നിരിക്കുന്ന സമയത്ത് ഡയാന വിളിക്കുന്നു. ഫോണും എടുത്ത് പുറത്തേക്ക് വന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഞാൻ വീട്ടിൽ വന്നാൽ എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, മമ്മ മരിച്ചു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വിവേക് എത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നാട്ടിലില്ലേ, ഞാൻ എങ്ങനെ വരാനാ എന്നവൻ പറയുന്നു. അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞ് അവൾ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ കോൾ വരുവാണ്. സാരമില്ല പോട്ടെ, എല്ലാം കഴിഞ്ഞില്ലേ, ചിലവിനുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു, നിനക്ക് കിട്ടിയായിരുന്നോ എന്നും. അവളൊന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്യും. ഇപ്പോൾ ലില്ലിയും ഭർത്താവും കൂടി ഇവൾക്കുള്ള ഭക്ഷണമായിട്ട് വരുവാണ്. എന്നാലും അയാളൊന്നും വന്നില്ലല്ലോ മോളെ എന്ന് ചോദിക്കുമ്പോൾ എന്താ മോളെ അയാൾ വരാഞ്ഞത്? അപ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങളുടെ ഈ പ്രായത്തിലുള്ളവരുടെ ലിവിങ് ടുഗദർ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ല, എന്നാലും മമ്മയോട് ഞങ്ങൾ പറയുമായിരുന്നു മോളെ എന്ന് ഇവർ പറയുന്നു. ഇപ്പോൾ മമ്മ പണ്ട് പറഞ്ഞ കാര്യം ഇവൾ ഓർക്കുവാണ്. ഇയാൾ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ തട്ടിപ്പാണ് മോളെ, നിന്നെ മടുക്കുമ്പം അയാൾ നിന്നെ ഇട്ടിട്ട് പോകുമോ എന്നാണ് എൻ്റെ പേടിയെന്ന്.
അടുത്ത ദിവസം വിവേകാനന്ദൻ വന്നു. ഇപ്പോൾ മമ്മയുടെ ഫോട്ടോയുടെ അടുത്ത് ഒരു മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് ഇവളുടെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കുകയാണ് എത്താൻ പറ്റാഞ്ഞതിന്. കിച്ചണിൽ നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ, നീ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വാ. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അയാൾ ബിയർ ഒഴിക്കുവാണ്. എന്നിട്ട് കുളിച്ചിട്ട് ഫ്രഷായിട്ട് എന്ത് വേണം, പെർഫ്യൂം അടിക്കണം, എന്നിട്ട് കിടന്ന് തരണോ എന്നൊക്കെ വിളി ചോദിക്കുകയാണ്. എന്ത് വർത്താനം ഡയന നീ പറയുന്നത്? മമ്മ മരിച്ച ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ, ഞാൻ അങ്ങനെ പറയുമോ എന്ന് ചോദിക്കുന്നു. ബിയറിൻ്റെ ഗ്ലാസ് തട്ടി മാറ്റുന്ന അവളോട് ഏത് സിറ്റുവേഷനിലായാലും ഒച്ച എടുക്കുന്നതും ദേഷ്യപ്പെടുത്തുന്നതും എനിക്കിഷ്ടമല്ല, ഒന്ന് പോയി തരാവോ എന്നവൾ ചോദിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെയാണ്? മമ്മയോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, പാവം പിടിച്ചൊരു സൂക്കേട് കരുത്തള്ള, അതിൽ പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മോളുടെ കാര്യം അങ്ങനല്ലല്ലോ. നിൻ്റെ ചിലവുകൾ, നിൻ്റെ മമ്മയുടെ ചികിത്സയും സർജറിക്കും വേണ്ടി ഞങ്ങൾക്ക് ചിലവാക്കിയ കാശ്, കടക്കാരും ബാങ്കുകാരും വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ നടന്ന പ്രൊട്ടക്ഷൻ, ഇതിനൊക്കെ ആര് തിരിച്ചു തരും? ഇതെല്ലാം പലിശ സഹിതം സ്നേഹമായിട്ടും സെക്സായിട്ടും ഒക്കെ വാങ്ങിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം മോളെ എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പം അവൾ എതിർക്കുന്നുണ്ട്. എന്താടി ഇതുവരെ ഇല്ലാത്ത എതിർപ്പ് നിനക്കിപ്പോൾ? ഇവിടെ നീയും അവിടെ അവളും ഒരേ സ്വഭാവം. നീ അവളോട് വല്ലതും വിളിച്ചു പറഞ്ഞായിരുന്നോ? അവളെന്തെങ്കിലും അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ച് ഇവളെ ഉപദ്രവിക്കുന്നുണ്ട്. ഇവളുടെ ചുണ്ട് കടിച്ചു പറിക്കുന്നു. അവനെ ഉന്തിത്തള്ളി ഇവൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവളുടെ കത്തിയെടുത്ത് അവനെ നേരെ നീട്ടുവാണ്. അപ്പോൾ അവൻ ഞാൻ എന്തൊരു ബോറനാ, ഒരു മരണം നടന്ന വീടാ, 16 പോലും കഴിയുന്നതിന് മുമ്പേ സാരമില്ല പോട്ടെ, നീ പോയി കുടിച്ചിട്ട് സ്വസ്ഥമായിട്ട് പോയി കിടന്നുറങ്ങ് എന്ന് പറയുന്നു. പിറ്റേന്ന് വിവേകാനന്ദൻ ദിവ്യയുടെ സ്കൂട്ടറിൻ്റെ പിന്നിലിരുന്ന് പോകുന്നത് ഐഷുവും ഫ്രണ്ടും കാണുന്നു. അവരതിൻ്റെ വീഡിയോ എടുത്ത് ഡയനെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. എന്തേലും ആവട്ടെ, എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി, നീ ശരിക്കും ഒരു ഫൂളാ, അവൻ എന്നും വരും, ബിയർ കഴിക്കും, കൊഞ്ചിക്കുഴയും നിന്നെ പിച്ചിപ്പറിക്കും, നിനക്കൊന്നും ഒരു കുഴപ്പമില്ല, പിന്നെ ഞാൻ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു വിടണം എന്ന് ഐഷു പറയുമ്പോൾ ഐഷുവിൻ്റെ ഫ്രണ്ട് പറയുകയാണ്, അങ്ങനെ ചുമ്മാതെ പറഞ്ഞു വിട്ടാൽ പോരാ, കേസ് കൊടുക്കണം, കേസ് കൊടുത്താൽ എന്തോ, പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കുക, കാശും ചിലവാകും, ഒരു കാലത്തും വിധി വരുത്തുമില്ല, അതൊക്കെ നമ്മൾ കാണുന്നതല്ലേ എന്ന് ഡയന പറയുന്നു. നാട്ടിൽ പാവം ഇയാളുടെ ഭാര്യ ഒന്നും അറിയാതെ വെച്ചും വിളമ്പി ഇയാൾക്ക് കൂടെ കിടന്നു കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ, അതിന് ഈ കാര്യങ്ങളൊക്കെ അവരെ അറിയിച്ച് റിവഞ്ച് എടുക്കാനാണോ? ചീപ്പ് പരിപാടി, ഞാൻ അതിനില്ല എന്ന് ഡയന പറയുന്നു. എടി അതല്ല എന്നും പറഞ്ഞ് ഐഷു ഒരു പ്ലാൻ പറയുന്നുണ്ട്. ഇത് എന്ത് പ്ലാനാണ്? ഇത് വർക്കൗട്ട് ആവുമോ? എനിക്ക് തോന്നുന്നില്ല. അയ്യേ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച പല കാര്യങ്ങൾ ഒത്തു വരുവാണെങ്കിൽ വർക്കൗട്ട് ആകും, ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കാം. എന്താ അവരുടെ പേര്? അവരുടെ പേര് സിത്താര. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരൊരു ട്രാൻസ്പോർട്ട് ബസ്സിൽ എങ്ങോട്ടോ യാത്ര പോവാണ്. ഇപ്പോൾ വിവേകാനന്ദന് ഫോൺ ചെയ്യുകയാണ് ഡയാന. പിന്നെ ഞങ്ങളൊരു യാത്രയ്ക്ക് പോവാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ട് ഐഷുവും. എന്നെ വിളിക്കേണ്ട, ഫോണിൽ കിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുമെന്ന്. ഇപ്പോൾ ഫോൺ വാങ്ങിക്കുന്ന ഐഷു പറയാണ്, ഞാനിവിടെ തട്ടിക്കൊണ്ട് പോകുമെന്നല്ല കേട്ടോ, ഈ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണും. അപ്പോൾ ശരി വിവേകാനന്ദൻ, ഓക്കെ ബൈ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇവർ നേരെ വന്നിറങ്ങുന്നത് ദേവികുളത്താണ്, ഇടുക്കിയിൽ. അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു. ഡയാന ഇല്ലാത്ത തക്കം നോക്കി ദിവ്യയും കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് വിവേകാനന്ദൻ. സാർ ട്രീറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച വല്ല റെസ്റ്റോറൻറ്റും ആയിരിക്കുമെന്നു. അവിടെയൊക്കെ CCTVയും ശല്യങ്ങളും ഇല്ല. ഇവിടെ ആകുമ്പോൾ ആ കുഴപ്പമില്ല. എൻ്റെ പാർട്ട്ണറുമായിട്ട് ഞാൻ ചെറിയൊരു പിണക്കത്തിലാണ്, അവളൊരു ടൂറ് പോയേക്കുവാ, ഞാനൊരു ബിയർ എടുക്കട്ടെ? ഇല്ല സാർ എനിക്ക് വേണ്ട, സാറ് കഴിച്ചു. ഞാൻ കഴിക്കില്ല. അപ്പോൾ ഈ കൊച്ചു മനസ്സിൽ പറയണം, കോഴിയാണെന്ന് എനിക്കറിയാം, എന്നാലും എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ എന്ന്. ഇവൻ അടുത്തേക്ക് വന്നിരുന്നിട്ട്, എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് ഞാൻ നല്ല കുക്കാണ്, ഇന്ന് ദിവ്യയ്ക്ക് വേണ്ടി ഒരു അടാർ ഐറ്റം ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. സാറേ വേറൊരു സമയത്താവട്ടെ, എനിക്കിപ്പോൾ തിരക്കുണ്ട് എന്നവൾ പറയുന്നു. ദിവ്യയ്ക്ക് എപ്പോഴും അങ്ങ് തിരക്കാണല്ലോ, വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിക്കോ. എന്തിന്? ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്. അതല്ല, ഈ വിയർപ്പ് മണമൊക്കെ ഒന്ന് പോയേനെ, അതിൻ്റെ ആവശ്യം എന്താ? എനിക്ക് മനസ്സിലായില്ല. ഉണ്ണിയാൾ കൂൾ ഒന്നുമില്ല, നീ ഭയങ്കര ഹോട്ടാണ് എന്നും പറഞ്ഞ് അവളെ കയറി പിടിക്കുന്നുണ്ട്. ഇവൾ അവനെ പിടിച്ച് തള്ളി ആ സോഫയിലേക്ക് ഇടുന്നു. ഒരു പേപ്പർ ശരിയാക്കി തന്നെ പറഞ്ഞ് വലിയ ആൾ കളിക്കല്ലെന്നും പറഞ്ഞ് ഈ പെണ്ണ് പറയുമ്പോൾ ഇവൻ വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ലില്ലിക്കുട്ടിയും ഭർത്താവും അങ്ങോട്ടേക്ക് വരുന്നത്. പകച്ചു നിൽക്കുന്ന ലില്ലിക്കുട്ടി. ഈ സമയത്ത് ഈ പെണ്ണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഡയന കൊച്ച് എവിടെ? പറയാതെ എങ്ങും പോകത്തില്ലല്ലോ എന്ന് ലില്ലി ചോദിക്കുന്നു. എനിക്കറിയത്തില്ല, എങ്ങാണ്ട് ടൂർ പോയതാ, ഞാൻ കൊന്നിട്ടൊന്നുമില്ല എന്നും പറഞ്ഞവൻ വാതിലടച്ച് അകത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഡയാനെ വിളിക്കുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ദിവ്യയെ വിളിക്കുന്നു, അത് റീച്ചബിൾ അല്ല. ഇവരെ ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കുന്ന റമ്മും ബോട്ടിലും എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്നു. പെണ്ണ് പോയെങ്കിൽ പോട്ടെ, ഏതായാലും ലേഹ്യവും ചൂർണവും കഴിക്കാം എന്നും പറഞ്ഞ് ആ കബേർഡ് വന്ന് തുറന്ന് നോക്കുമ്പം അവിടെ ഒരു സാധനവും ഇല്ല, പകരം ഒരു കത്തിരിക്കുകയാണ്. എല്ലാം ഞാൻ കൊണ്ടുപോകുന്നു, ഇനി ഇതിൻ്റെ ആവശ്യം വരില്ല എന്ന്. ഇവന് വരുന്നൊരു ദേഷ്യം.
നേരം വെളുത്ത് സിത്താരയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ് ഐഷുവും ഡയാനയും. അപ്പോൾ ജോലി കിടക്കുന്ന സിത്താര, നിങ്ങൾ ആരാ, കാര്യം പറയും. അയ്യോ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ എനിക്ക് ഒട്ടും സമയമില്ല, ഞാൻ ഇപ്പം തന്നെ ലേറ്റായി, അമ്മ ഏതോ പോലീസുകാരാന്ന് പറഞ്ഞ് ഇവളങ്ങ് പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇവളുടെ ജോലി സ്ഥലത്ത് പോയി കാണുവാണ്. എന്നിട്ട് ഫോട്ടോ കാണിച്ചിട്ട്, ഇതല്ലേ നിങ്ങളുടെ ഭർത്താവ് വിവേകാനന്ദൻ? ആ അതെ, എന്നാൽ ഇയാൾ എറണാകുളത്ത് എൻ്റെ ലൈഫ് പാർട്ണറാണ്, ഞങ്ങൾ ലിവിങ് ടുഗദറിലാണെന്ന്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ വിഷമിപ്പിക്കാനോ അതുകൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനോ വന്നതല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അയാൾക്കൊരു ഭാര്യയും മകളും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അയാളോടൊപ്പം ജീവിതം ആരംഭിച്ചത്. നിങ്ങൾ പക്ഷേ അയാളെ ഒട്ടും സംശയിച്ചില്ല. ഏതൊരു സാധാരണ ഭാര്യയും പോലെ കണ്ണടച്ച് അയാളെ വിശ്വസിച്ച് അയാളുടെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്നു. അയാളുടെ വീക്ക്നെസ് എല്ലാം ഒരുപോലെ നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുള്ളതാണ് എന്ന് ഐഷു പറയുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് തുറന്നു പറയാൻ പറ്റില്ല, ഫോൺ നമ്പർ തന്നാൽ ഞങ്ങൾ രാത്രി വിളിക്കാമെന്ന്. ഒരു ബാഗ് സിത്താരയ്ക്ക് കൊടുത്തിട്ട്, ഇതിൽ വിവേകാനന്ദൻ്റെ കുറച്ച് സാധനങ്ങളാണ്, വീട്ടിൽ കൊണ്ടുപോയി തുറന്ന് നോക്കിയാൽ മതി എന്ന് ഡയന പറയുന്നു. വീട്ടിൽ വന്ന് ബാഗ് തുറക്കുന്ന അവൾ കാണുന്നത് കഷായവും ലേഹ്യവും ചൂർണവും ഒക്കെയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. ഈ സമയത്ത് തന്നെ കോള് വരുന്നു ഡയാനയുടെ. അപ്പം എന്താ നിങ്ങളുടെ ഉദ്ദേശം ചോദിക്കുമ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ആ ബാഗ് കണ്ടപ്പം കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഞാൻ പറയാം, എനിക്കും നിങ്ങൾക്കും ഒരേ എക്സ്പീരിയൻസ് ആയിരിക്കും ബെഡിൽ എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇനി എൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് അയാൾ കടിച്ചു മുറിച്ച പാടുകളുണ്ട്, നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ടെന്ന് ആൾ പറയുന്നു. പിന്നെ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, എൻ്റെ ശരീരം എനിക്കും. കുറേ നാളായിട്ട് ഇങ്ങനെ ഉത്തമ ഭാര്യയായിട്ട് കഴിയുന്നുണ്ടല്ലോ, ഇനിയെങ്കിലും നമുക്കതൊന്ന് മാറ്റിയെടുക്കാം, ഇയാളോട് ഒന്ന് രക്ഷപ്പെടാം, കാര്യങ്ങളൊക്കെ ആയിഷ പറയും എന്ന് പറയുന്നു. ഉത്തമ ഭാര്യ എന്നുള്ള ടാഗ്ലൈൻ തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്, എന്നിട്ട് അതിനൊരു മറുപടി പറഞ്ഞാൽ മതി എന്ന് ആയിഷ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുകയാണ്. മാത്രമല്ല നേരത്തെ ദിവ്യയോടൊപ്പം സ്കൂട്ടറിൽ പോകുന്ന ആ വീഡിയോയും അയച്ചു കൊടുക്കുന്നു. അയാളുടെ പുതിയ ഇരയാണ്, പെട്ടെന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇരകളുടെ എണ്ണം ഇനിയും കൂടും എന്ന്. പലതവണ ഡയാന ഫോൺ വിളിക്കുമ്പോഴും സിത്താര കട്ട് ചെയ്യാണ്, അവൾക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ഒരു തവണ ഫോൺ എടുത്തിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ് എന്ന് പറയുമ്പോൾ, കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നാളെ വീക്കെൻഡാണ്, അയാൾ വരും കേട്ടോ എന്ന് പറയുന്നു. ഇപ്പോൾ അവൾ പഴയ കാര്യം ആലോചിക്കുകയാണ്. ഒരു സമയത്ത് ഇവളെ എതിർക്കുമ്പോൾ ഇവളെ കൈ രണ്ടും കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ ഷോള് കുത്തിക്കയറ്റിയിട്ടാണ് അവളെ ഉപയോഗിച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു ഡയനയുടെ അടുത്തും. അതേപോലെ എനിക്ക് ആവശ്യമുള്ളപ്പം ഞാൻ സെക്സ് പിടിച്ചു മേടിക്കും എന്നാണ് വിവേകാനന്ദൻ്റെ ഒരു ഭാഷ്യം. തിരിച്ചും മറിച്ചും ഒരുപാട് ആലോചിച്ച സിത്താര അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഡയനയെ വിളിച്ച് പറയുവാണ് ഞാൻ റെഡിയാണെന്ന്. എന്നിട്ട് അമ്മായിയമ്മയും തൻ്റെ കുട്ടിയും ഒരുക്കി ഒരു ഓട്ടോയിൽ കയറ്റി അനിയൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. രാത്രി വീട്ടിലേക്ക് വരാൻ വേണ്ടി സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയ വിവേകാനന്ദനെ ബൈക്കുമായിട്ട് കാത്തു നിൽക്കുകയാണ് കൂട്ടുകാരൻ ജോപ്പൻ. അങ്ങനെ ജോപ്പൻ കൊണ്ടുവന്ന് വിവേകാനന്ദനെ വീട്ടിലിറക്കി. ബൈക്ക് ഞാനെന്ന് എടുക്കുവാണെന്ന്. ഇപ്പോൾ നോക്കുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് കസേരയിട്ടിരിക്കുകയാണ് സിത്താര. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ലൈറ്റ് എന്താ ഇടാത്തെ? കഥ എന്തിനാണ് അടച്ചിട്ടിരിക്കുന്നത്? അമ്മയും കുട്ടിയൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കുന്നവനും ആ വാതിൽ തുറന്ന് അകത്തേക്ക് ഇവൻ കയറുന്നതും ഇവൾ പുറത്തു നിന്നും താഴ്ത്തു പൊട്ടും. എന്തോ നീ കാണിക്കുന്ന സിത്താരയെ, വാതിൽ തുറക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴേക്കും അവിടെ ഇരിക്കുന്നു ഡയാനയും ഐഷുവും. ഈ സമയത്ത് പുറത്തുകൂടെ ഓടി അടുക്കള വശത്തു നിന്ന് അകത്തേക്ക് കയറി അടുക്കള വാതിൽ അകത്ത് നിന്ന് ലോക്ക് ചെയ്യുകയാണ് സിത്താര. നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഈ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അത് ഇവിടെ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല അല്ലേ വിവേകാനന്ദൻ എന്ന് ഐഷു. അങ്ങോട്ടേക്ക് വരുന്ന സിത്താര, എന്തൊക്കെയാണ് നീ കാണിക്കുന്ന സിത്താരയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, വിവേകേട്ടൻ അങ്ങോട്ടിരുന്നേ. ഉടനെ ഡയന വിളിക്കുന്നു, വാ വിവേക് ഇവിടെ ഇരിക്കുന്നു, നിങ്ങളെന്താ എന്നെ വിചാരണ ചെയ്യാൻ പോവാണോ എന്ന് ചോദിച്ചിട്ട് ഇയാൾ കസേരയിൽ വന്നിരിക്കുവാണ്. പെട്ടെന്ന് ഇവൾ ഒരു പെർഫ്യൂം എടുത്ത് അവൻ്റെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ അവന് പെട്ടെന്ന് കണ്ണ് കാണാൻ വയ്യ. ആ സമയം നോക്കി ഈ പെണ്ണുങ്ങൾ മൂന്നും കൂടെ ഇവനെ കെട്ടി വരിഞ്ഞ് ആ കസേരയിലിരുത്തുവാണ്. ഇപ്പോൾ ഡയന പറയുകയാണ്, ഇത്ര നാളും നീ പറയുന്നത് ഞങ്ങൾ അനുസരിച്ചു, ഇനി ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവനെ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ച് ഇവൻ്റെ വായും മൂടുന്നു. ഇപ്പോൾ ഐഷു പറയുകയാണ്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഇന്നത്തെ ലൈവ് വൈറലായിരിക്കും, ഞാൻ ഓൾറെഡി പ്രൊമോ ഇട്ടിട്ടുണ്ട്, ഞാനിപ്പോൾ ലൈവ് പോകാൻ പോവാണ് കേട്ടോ എന്ന് വിവേകാനന്ദനോട്. ഐഷു തൻ്റെ ലൈവിൽ ഭാര്യയായ സിത്താരയും പാർട്ട്ണറായ ഡയാനയും ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഇയാളിൽ നിന്നും ഇവർക്ക് രണ്ടുപേർക്കും അനുഭവിക്കേണ്ടി വന്ന മെൻ്റൽ ട്രോമയും ഫിസിക്കൽ അബ്യൂസിനെ കുറിച്ച് പറയുകയാണ്. ശരിക്കും തമ്മിലടിക്കേണ്ട രണ്ട് സ്ത്രീകളാണ് ഇവരൊന്നിച്ച് ഈ വീഡിയോയിൽ ഇങ്ങനെ വരണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം കാണത്തില്ലേ എന്ന് ചോദിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരനായ വിവേകാനന്ദനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇയാൾ എന്തെങ്കിലും റിയാക്ട് ചെയ്താൽ അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറയുന്നു. ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളോട് ചെയ്തതിന് ഇത്രയെങ്കിലും ഇയാളോട് ഞങ്ങൾ ചെയ്യണ്ടേ എന്ന് ഡയാന ചോദിക്കുന്നു. സ്നേഹവും കരുതലും പറഞ്ഞ് ഇത്ര നാളും ഇയാൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നു,
സെക്സ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണറിൻ്റെ സമ്മതം ആവശ്യമില്ലാത്ത ആണിൻ്റെ അവകാശം എന്ന് കരുതുന്ന ആണധികാരത്തിൻ്റെ ഇരകളാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് ഡയാന പറയുന്നു. ഇപ്പോൾ ഇത്ര നാൾ സഹിച്ചു, ഇനി ഇത് സഹിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് സിത്താരയും പറയുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് സകല മനുഷ്യരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ. ഇപ്പോൾ കള്ളുകുടി പാർട്ടിയിൽ ഇവൻ്റെ അച്ഛനും ഇത് കാണുവാണ്. മതിയുടെ അത് ഓഫ് ചെയ്യും, എനിക്ക് ഇനി ഇത് കാണാൻ വയ്യ. എന്നാലും അങ്ങനെ അല്ലല്ലോ ചേട്ടാ, നമുക്കിത് ചോദ്യം ചെയ്യേണ്ടി വാ, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുന്നു. ജോപ്പനും കൂട്ടുകാരനും വന്നു, നാട്ടുകാരൊക്കെ വന്നു, പോലീസ് വന്നുകൊണ്ടിരിക്കുന്നു. ജോപ്പൻ കഴിവതും ശ്രമിച്ചു, പക്ഷെ സിത്താര വാതിൽ തുറക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് കമൻസ് വരുവാണ്, വിവേകാനന്ദന് പറയാനുള്ളത് കേൾക്കണം അത്രേ, അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്നും പറഞ്ഞ പെണ്ണുങ്ങൾ അയാളുടെ വായിലിരിക്കുന്ന ആ മാസ്കിംഗ് ടേപ്പ് അഴിച്ചു മാറ്റി. ഇപ്പോൾ ഇയാൾ പറയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവർ കള്ളം പറയാണ്, ഇവർ പറയുന്നത് വിശ്വസിക്കില്ലേ, എടാ ജോപ്പ വാതിൽ തല്ലി പൊളിക്ക് എന്നും പറഞ്ഞ് ഇവർ ആകെ ബഹളം വെക്കുവാണ്. ഐഷുവിനെ നോക്കിയിട്ട് ഇവൾ ഒറ്റ എടുത്തിയാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുമ്പോൾ ഡയന പറയുകയാണ്, അവൾ പറഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങൾ അനുഭവിച്ചതാണെന്ന് പറയുന്നത്. നീ വേണ്ടല്ലടി, എൻ്റെ കൂടെ കൂടി എൻ്റെ പൈസ മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് എന്നിട്ട് സിത്താരെ നോക്കിയിട്ട്, സിത്താരെ എന്നെ അടിച്ചു വിടുന്നുണ്ടോ, നീ എൻ്റെ ഭാര്യയാണ്, ആ പ്രിവിലേജും കൂടെ എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് സിത്താരയും പറയുന്നു. ഇപ്പോൾ ഇയാൾക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് കുറേ കമൻറ്റ്സ് വരുന്നതെന്ന് പറയുന്നു. കേസ് കൊടുക്കാൻ താല്പര്യമില്ലെന്ന് ഇവർ ഓൾറെഡി പറഞ്ഞതാണ്. ഇയാളെ എക്സ്പോസ് ചെയ്യാം, അതാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് ഡയാന പറയുകയാണ്, മൈ ബോഡി മൈ പ്രൈഡ്, ഇത് ഞങ്ങൾ തുടങ്ങി വെക്കുന്നൊരു സമരമാണ്, ഇത് ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ഞങ്ങൾ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ ലൈവിൽ വരും. നിങ്ങൾ പറയുന്നതനുസരിച്ച് തീരുമാനമെടുക്കാം. ഇയാളുടെ അവകാശങ്ങളൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഇയാൾക്ക് കിടന്നുറങ്ങാനും ടോയ്ലറ്റിൽ പോകാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഞങ്ങൾ സമയം കൊടുക്കും എന്ന് പറയുന്നു. വിവേകാനന്ദൻ്റെ അനിയൻ സച്ചിയും ഭാര്യയും വന്നു, എന്നിട്ടും വാതിൽ തുറന്നില്ല. പോലീസ് വന്നു. അപ്പോൾ പോലീസിനോട് ഭീഷണിപ്പെടുത്തുവാണ് ഡയാന, ഞങ്ങളുടെ കയ്യിൽ സൈനൈഡ് ഉണ്ടെന്ന്. ഇപ്പം മേളിൽ നിന്ന് ഓർഡർ വന്നു, അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, വെറുതെ സർവൈലൻസ് ഇട്ടാൽ മതിയെന്ന്. അങ്ങനെ പോലീസ് അവിടെ കാവൽ നിൽക്കുകയാണ്. സിത്താരയുടെ അമ്മ വിളിച്ച് വഴക്ക് പറയുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നു, ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന്. ഇനി ചെണ്ടി അടിച്ചാൽ നമ്മളെങ്ങും എത്തത്തില്ല കേട്ടോ എന്ന് ഡയാന പറയുന്നു. വായിൽ കെട്ടഴിച്ച് ഭക്ഷണം വാരി കൊടുക്കുവാണ് സിത്താര. ആ ഭക്ഷണം ഐഷുവിൻ്റെ മുഖത്തേക്ക് തുപ്പുന്നുണ്ട്. അവൾ ആ വീഡിയോയും അപ്ലോഡ് ചെയ്തു. അനിയൻ്റെ വീട് കാണിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന അവനോട് പേടിത്തൊണ്ടൻ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നത് കണ്ടില്ലേ എന്ന് അമ്മ പറയുന്നു. ഇപ്പോൾ അയാളുടെ ഭാര്യ പറയാണ്, പാരപ്പല്ലി സൂക്കേടാന്ന് എല്ലാവരും പറയുന്നത്, ഇനി ഇങ്ങേരുടെ വക എപ്പോഴാണ് ദേ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ എന്ന് സച്ചി പറയുന്നുണ്ട്. എടാ നിൻ്റെ അച്ഛൻ എന്തിയേ, അങ്ങനെ ഇതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം അമ്മയെ പേടിച്ചിട്ട് വരാത്തതായിരിക്കും എന്ന് മരുമോൾ പറയുകയാണ്. എൻ്റെ ദൈവമേ, പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ആവേണ്ടായിരുന്നു ഞാൻ, നാട്ടുകാരെ പേടിച്ച് രാജിവെച്ചതാണെന്ന് അമ്മ പറയുമ്പം അച്ഛൻ ചെയ്തത് നാട്ടുകാർ മാത്രമേ അറിഞ്ഞുള്ളൂ, ഇതിപ്പം ലോകം മുഴുവൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛൻ പോയി ഒന്ന് സംസാരിക്കുമോ, എന്ത് സംസാരിക്കാനാ മോളെ, എന്നാൽ അച്ഛൻ വന്ന് കഴിക്കുക, ഓ ഞാൻ കഴിച്ചതാ, നീ പോയി കിടന്നോ എന്ന് പറയുന്നു. ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വരുന്ന വഴിക്കും ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവൻ. അവിടെ നിന്ന് മോപ്പിൻ്റെ വടിയും എടുത്തിട്ടാണ് വരുന്നത്. പക്ഷേ ഇവർ ബുദ്ധിപൂർവ്വം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു കയ്യിൽ വെച്ച് ഇവൻ്റെ മുഖം മൂടിയിട്ട് വലിച്ച് കട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ 2 കൈയും കെട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ 2 കാല് തമ്മിലും കൂട്ടിക്കെട്ടി. ഉടനെ ഇവൻ ചോദിക്കുകയാണ്, എന്നെ അഴിച്ചു വിടുന്നു, എൻ്റെ സ്വഭാവം മാറ്റരുത്. ഉടനെ ഡയന പറയുകയാണ്, ലേഹ്യം വേണോ ചൂർണം വേണോ എന്നൊക്കെ. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് കസർത്ത് നടക്കത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് മതിയെന്ന്. എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ഉദ്ദേശം പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം നിർത്താം, നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം, എന്നെ അഴിച്ചുവിട് എന്ന് പറയുമ്പോൾ ഐഷു പറയാണ്, അതിപ്പോൾ പറഞ്ഞാൽ പോരാ, നാളെ ലൈവിൽ പറയണമെന്ന്. രാവിലെ അവൻ്റെ വേഷമൊക്കെ മാറ്റി ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്നിരുത്തുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി ഓടി പെണ്ണുങ്ങൾ തള്ളി മാറ്റിയിട്ട് ഇവൻ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. ഒരു തരത്തിലും അടങ്ങാത്തത് കൊണ്ട് ട്രൈപോഡ് എടുത്തു വെച്ചാണ്ട് തലയ്ക്കടിച്ച് ബോധം കെടുത്തുന്നു ഡയാന. ഇന്നലത്തെ ലൈവിന് ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഐഷു. ഇപ്പോൾ ഇവൻ പറയുകയാണ്, എനിക്കും പറയാനുണ്ട്, ഇവളുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ കെട്ടുകഥകളാണ്, ഈ പാവങ്ങൾ അതിൽ പെട്ടുപോയതാണെന്ന്. ഞങ്ങളെ പെടുത്തിയതാണോ പെട്ടുപോയതാണെന്നൊക്കെ പിന്നെ പറയാം. ഇന്നലെ ഞങ്ങളുടെ കാല് പിടിച്ച് കെഞ്ചിയില്ല, ഇനി മേലെ ഇതൊന്നും ചെയ്യത്തില്ലെന്ന് അതൊന്ന് ലൈവിൽ പറ, ഇതെന്താ കോടതിയാണോ എന്ന് വിവേകാനന്ദൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഐഷു പറയാണ്, പ്രമുഖ എഴുത്തുകാരിയായ അഡ്വക്കേറ്റ് അനിത നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ അവർ പറയട്ടെ എന്ന്. ഇരയാകാനും അതിജീവിതയാകാനും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് സിത്താരയും ഡയാനയും മുഖം മറയ്ക്കാതെ ഈ ലൈവിൽ വന്നത് എന്നും കൂടി അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് ഒരു ഡയാനയുടെയോ ഒരു സിത്താരയുടെയോ പ്രശ്നമല്ല, ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം ഇവിടെ തുടങ്ങി വെക്കുകയാണ്. എൻ്റെ ശരീരം എൻ്റെ അവകാശം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്നൊക്കെ അനിത പറയുന്നു.
ഭരണപക്ഷത്തെ ഒരു MLA സ്പോട്ടിലേക്ക് വന്നു. പക്ഷെ അയാൾ വാ തുറന്ന് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അയാളുടെ ഭാര്യ വിളിച്ചു. MLA അവിടെങ്ങും ഒന്നും പറയണ്ട, നിങ്ങൾ അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കും പറയാനുണ്ട്, ഞാനും ലൈവിൽ വരും കേട്ടോ, മര്യാദയ്ക്ക് വീട്ടിലേക്ക് വാദം പറഞ്ഞ് അയാളെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. ഐഷുവിനോട് കെഞ്ചി ഒരു സിഗരറ്റ് വാങ്ങിക്കുന്നുണ്ട് വിവേകാനന്ദൻ. അത് കത്തിച്ചു കൊടുത്തിട്ട് ഇവളിപ്പുറത്തേക്ക് പോരുമ്പോൾ ഇവൻ ആ സിഗരറ്റിൻ്റെ ലൈറ്റ് വെച്ച് ഈ റോപ്പ് മുറിച്ച് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഐഷുവിൻ്റെ തന്നെ തല അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഈ പെണ്ണുങ്ങൾ ഒരു വിധത്തിൽ അവരെ കെട്ടി അവിടെ ഇരുത്തി. ഇപ്പോൾ ഈ വീട്ടിലേക്ക് വരുവാണ് വിവേകാനന്ദൻ്റെ അച്ഛൻ പപ്പൻ ചേട്ടൻ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ജോപ്പനും കൂട്ടരും വാതിൽ തല്ലി പൊളിച്ചു. ഇദ്ദേഹം അകത്ത് കയറി. എന്നിട്ട് ഇവൻ്റെ കെട്ടഴിക്കാൻ നോക്കുകയാണ് ജോപ്പൻ. അഴിക്കണ്ട, അവൻ അവിടെ കാനം കിടക്കട്ടെ എന്ന് പറയുന്നു. മോളല്ലേ വീഡിയോ എടുക്കുന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടത്രേ. അങ്ങനെ വീണ്ടും ലൈവിൽ വരുവാണ്. ഈ ചെറ്റത്തരം കാണിച്ച ഇവൻ്റെ അച്ഛനാണ് ഞാൻ, പത്മനാഭൻ എന്നാണ് പേര്. എല്ലാവരും എന്നെ പപ്പൻ ചേട്ടന് വിളിക്കും. പോസ്റ്റ്മാൻ ആയിരുന്നു, 4-5 വർഷമായി റിട്ടയർ ആയിട്ടെന്ന്. ഈ പെങ്കൊച്ചുങ്ങളോട് ഇവൻ കാണിച്ച പോക്കണം കേടിന് ഈ ശിക്ഷ കിട്ടിയാൽ പോരാ ഇവന്. പക്ഷെ അത് പറയാൻ എനിക്കെന്താ അവകാശമെന്ന് ഈ നാട്ടുകാരും ഇവൻ്റെ തള്ളയും വിചാരിക്കും. അതിനുള്ള മറുപടി പറയുന്നതിന് മുമ്പേ ഇവൻ്റെ നെറികേട്ടിനുള്ള ശിക്ഷ കൊടുത്തിരിക്കണം. പക്ഷേ പോലീസും കോടതിയും വേണ്ടെന്നാണ് ഈ പിള്ളേർ പറയുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അതിന് മറുപടി പറയാൻ ഇവിടെ ഒരാൾക്ക് അവകാശമുള്ളൂ. ഇതാണ് അമ്മിണി. ആയ കാലത്ത് ഇവളുടെ ശരീരം മോഹിക്കാത്ത ഒരു മനുഷ്യനും ഈ നാട്ടിലുണ്ടായിട്ടില്ല. 10-20 കൊല്ലം മുന്നേ എന്നെയും ഇവളെയും കൂടെ ഇവളുടെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചു. അനാശാസ്യത്തിനാണ് എന്നെ സർവീസിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പിന്നെ ഇവൻ്റെ അമ്മ ഇതേവരെ എന്നോട് മിണ്ടിയിട്ടില്ല, ഈ വീട്ടിൽ എന്നെ കയറ്റിയിട്ടുമില്ല. പക്ഷേ അവൾക്കും ഈ നാട്ടുകാർക്കാർക്കും അറിയാത്തൊരു സത്യമുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിലെ ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ അടുത്തടുത്തിരുന്ന് പഠിച്ചവരാണ്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടവും ഉണ്ടായിരുന്നു. പക്ഷേ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല ഇവളുടെ വീട്ടിലെ സാഹചര്യം കൊണ്ട്. ഇവളുടെ ജീവിതം ഇങ്ങനെയായി. ഞാൻ കത്തുകളുമായിട്ട് ഇവളുടെ വീടിന് മുമ്പിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ഇവൾക്ക് കത്ത് വന്നിട്ടില്ലെങ്കിലും ക്ഷീണിച്ചു വരുന്ന എനിക്ക് കുടിക്കാനുള്ള വെള്ളവും കാപ്പിയൊക്കെ ആയിട്ട് ഇവളെന്നെ നോക്കി നിൽക്കും. ഞാൻ ആ വരാന്തയിലിരുന്ന് വാങ്ങിച്ചു കുടിക്കുകയും ചെയ്യും. ബാക്കി അവൾ തന്നെ പറയട്ടെ എന്ന്. പപ്പൻ ചേട്ടൻ വീട്ടിലുള്ളപ്പം ആര് വന്നാലും ഞാൻ വീട്ടിൽ കയറ്റത്തില്ല, അതിന് ആര് തന്നെയായാലും. അതിൻ്റെ കെറിവിന് കുറേ ആൾക്കാർ ഞങ്ങളെ വളഞ്ഞു വെച്ച് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. അതാണ് അന്ന് നടന്നത്. എൻ്റെ ശരീരത്തിൽ എൻ്റെ അനുവാദമില്ലാതെ ഇന്ന് വരെ ആരും തൊട്ടിട്ടില്ല. എൻ്റെ ശരീരം എൻ്റെ മാത്രം അവകാശമാണ്. പിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും എന്നെ തൊടാത്തതും ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഈ പപ്പൻ ചേട്ടനാണ്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണെന്ന് മാത്രമേ മറുപടി പറയത്തുള്ളൂ. പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പോയിട്ടില്ല. പിന്നെ പിള്ളേരെ, ഈ കാര്യത്തിൽ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ ശരീരം നമ്മുടെ അവകാശമാണ്. അതിൽ കയറി മെതിക്കാൻ വന്നാൽ ആരായാലും, കെട്ടിയവനായാലും ആരായാലും അടിച്ചിറക്കണം. ഒരിക്കൽ ഇതുപോലെ എന്നെ ഉപദ്രവിക്കാൻ വന്ന ഒരുത്തനെ അടുപ്പിൽ നിന്ന് വിറകുള്ളി എടുത്താണ് ഞാൻ ഓടിച്ചു വിട്ടതെന്ന്. എൻ്റെ പപ്പൻ ചേട്ടൻ്റെ മോനായി പോയി, ഇല്ലെങ്കിൽ പുതപ്പിച്ച് കിടത്തിയെന്ന് തന്നെ ഞാൻ എന്ന് പറയുന്നു അമ്മിണി. പപ്പൻ ചേട്ടാ ഞാൻ ഇറങ്ങിയേക്കുവാണ് എന്ന് പറയുമ്പോൾ സിത്താര വിളിക്കുവാണ്. അമ്മിണി ചേച്ചി ഒന്ന് നിന്നേ. ഐഷു, നിൻ്റെ സോഷ്യൽ മീഡിയക്കാരുടെ അഭിപ്രായമൊന്നും ഞങ്ങൾക്കിനി വേണ്ട. സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യത ഈ അമ്മിണി ചേച്ചിക്ക് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഡയന വരുവാണ്. ശരിയാ ചേച്ചി പറഞ്ഞത്. ചേച്ചിയെക്കാളും വലിയ ഫെമിനിസ്റ്റ് വേറെ ആരാ ഉള്ളതെന്ന്. ഐഷു, ഇനി മതി, നമുക്ക് ലൈവ് ഇവിടെ നിർത്താം എന്ന് പറയുന്നു. ഇയാളുടെ ഭാര്യ എന്നുള്ള ലേബൽ എനിക്കിനി വേണ്ട. അച്ഛാ, ഞാൻ ഇവിടുന്ന് പോവാണ്. എൻ്റെ മോളെയും കൂട്ടി ഞാൻ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിച്ചോളാം എന്ന് സിത്താര പറയുന്നു. അതെ, എൻ്റെ ജീവിതം ഇനി എൻ്റെ അവകാശമാണ്, അതിൽ വിവേകിന് ഒരു പങ്കുമില്ലെന്ന് ഡയാനയും പറയുന്നു. അങ്ങനെ ലൈവ് അവിടെ നിർത്തുവാണ്. ജോപ്പ, ഇങ്ങരുടെ കെട്ടഴിച്ച് വിട്ടേക്ക് എന്ന് സിത്താര പറയാണ്. കെട്ടഴിച്ച് കഴിയുമ്പോഴേക്കും അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് കോളറിന് കയറി പിടിച്ചിട്ട്, വൃത്തികെട്ടവനെ, ഇപ്പം ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ നിന്ന്, ഞാൻ ഒറ്റയ്ക്ക് മതി ഈ വീട്ടിൽ. പിന്നെ ഇവൻ്റെ തള്ളയ്ക്ക് എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, വേറെ ആരും വരണ്ടെന്ന്. കഷായം ചൂർണമൊക്കെ പറമ്പിലൊരു കുഴിയെടുത്ത് വെട്ടിമൂടി അതിൻ്റെ മേലെ ഒരു വാഴയും വെച്ചു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കുട്ടി കേസ് കൊടുക്കുവാണ്. ബസ്സിൽ ഇയാൾ ട്യൂൺ ചെയ്ത പെങ്കൊച്ചുണ്ടല്ലോ, കോളേജ് കുമാരി, അവൾ വന്നിട്ട് ഞാൻ സ്ഥിരമായിട്ട് കോളേജിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ച് ഒരാൾ എന്നെ നോക്കാറുണ്ട്, പലപ്പോഴും അയാളുടെ നോട്ടത്തിൽ ഞാൻ വീണ് പോയിട്ടുമുണ്ട്. ഭാവിയിൽ അയാൾ എന്നെ പീഡിപ്പിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അയാളുടെ പേരിൽ കേസ് എടുക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്ന്. പിന്നീട് ഒരിക്കലും ആരും വിവേകാനന്ദനെ കണ്ടിട്ടില്ല, അയാളെ ആ ബസ്സിൽ സഞ്ചരിച്ചിട്ടും ഇല്ല. ഇപ്പോൾ സാവിത്രി ടീച്ചർ ക്ഷമ പറഞ്ഞതിൻ്റെ പേരിൽ പപ്പൻ ചേട്ടൻ തിരിച്ച് വീട്ടിൽ കയറി അവരൊരുമിച്ച് സുഖമായി ജീവിക്കുന്നു.